ഓക്കെ, കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് റിയൽ നമ്പേഴ്സ് എങ്ങനെ മനുഷ്യൻ കണ്ടുപിടിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമുക്കറിയാം റിയൽ നമ്പേഴ്സ് ഒരു പവർഫുൾ ടൂളാണ്. അതുപയോഗിച്ചിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലെങ്ത്ത്, ഏരിയ, വോളിയം, ടൈം, അങ്ങനത്തെ പല ക്വാണ്ടിറ്റീസും നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ആ റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഗണിതശാസ്ത്ര പ്രശ്നം അടുത്ത വീഡിയോയിൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പം അത്തരമൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഈ റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഗണിതശാസ്ത്ര പ്രശ്നം എടുക്കാം. ആ പ്രശ്നം മനസ്സിലാക്കി സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ വെക്റ്റർ സ്പേസിലേക്ക് എത്തും. അതാണ് പ്ലാൻ. ഓക്കെ, പ്രോബ്ലം ഇതാണ്. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് വിചാരിക്കുക. ആ സുഹൃത്തിൻ്റെ പ്രത്യേകത തിരെ ഒഴുകാത്ത വെള്ളത്തിൽ, അതായത് സ്വിമ്മിംഗ് പൂളോ തടാകമോ എന്തോ ആവട്ടെ, അതിൻ്റെ അകത്ത് വെള്ളം തിരെ ഒഴുകരുത്. അത്തരം വെള്ളത്തിൽ നിങ്ങൾ ആ സുഹൃത്തിനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നീന്തും. ആക്ച്വലി മനുഷ്യൻ ഇത്രയും വലിയ സ്പീഡിൽ നീന്തൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മനുഷ്യൻ്റെ മാക്സിമം സ്പീഡ് ഇതുവരെ നീന്തിയത് 2.5 മീറ്റർ/സെക്കൻഡോ 3 മീറ്റർ/സെക്കൻഡോ എങ്ങാണ്ടാണ്. ഇനി ഞാൻ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാട്ടോ 4 മീറ്റർ/സെക്കൻഡ് എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സുഹൃത്ത് ഈ തിരെ ഒഴുകാത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നീന്തും. ഓക്കെ, ആ സുഹൃത്തിനെയും കൊണ്ട് നിങ്ങൾ ഒരു നദിക്കരയിൽ വന്നു. നിങ്ങളും സുഹൃത്തും ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ പുഴ പക്ഷേ അനങ്ങാതൊക്കൊന്നുമല്ല, പുഴ ഒഴുകുന്നുണ്ട്. പുഴ 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഒഴുകുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞു, നീ ഈ പുഴ ചാടി നീന്തണം. എങ്ങനെ നീന്തണം? നീ ആ സ്വിമ്മിംഗ് പൂളിലും തടാകത്തിലൊക്കെ ഇടുമ്പോൾ നീ 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നീന്തല്ലേ അല്ലേ? 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നീ എങ്ങനെയാണോ നീന്തൽ അതേപോലെ അതേ സ്പീഡിൽ കൈയും കാലമൊക്കെ അടിച്ചിട്ട് ഈ പുഴയിൽ ഇറങ്ങി നീന്തണം. ഏത് ഡയറക്ഷനിൽ നീന്തണ്ട? ഈ ഡയറക്ഷനിൽ നീന്തണം. അപ്പം ഈ പുഴയിൽ അവൻ ചാടും. ഓൻ ചാടിയിട്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ എങ്ങനെയാണോ നീന്തുക അതേപോലെ ഓൻ നീന്തും. ഓക്കെ, നീന്തുമ്പോൾ നിങ്ങൾക്കറിയാം ഓൻ ഈ റൂട്ടിലായിരിക്കില്ല പോവുക. കാരണം ഓൻ്റെ ശരീരം ഓൻ മാത്രമല്ല ഇപ്പോൾ ചലിപ്പിക്കുന്നത്. ഓനിങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ചലിപ്പിക്കുമ്പോൾ ഓൻ്റെ ശരീരത്തിന് ഈ റിവറും ചലിപ്പിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വർക്കാവുമ്പം അദ്ദേഹം ഈ ഇങ്ങനെയല്ല പോവുക, പകരം ഇങ്ങനെ കഴിക്കും പോവുക അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചാലറിയാം. അപ്പോൾ എനിവേ അദ്ദേഹം ഈ പുഴ ചാടി ഈ കരയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ നീന്തുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളെടുത്ത് ഇങ്ങനെ അകന്ന് പോകുമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനൊരു സ്പീഡ് ഉണ്ടാവില്ലേ? നിങ്ങളെടുത്ത് അദ്ദേഹം അകന്ന് പോകുന്നതിനൊരു സ്പീഡ് ഉണ്ടാവില്ലേ? ആ സ്പീഡ് എന്താണെന്ന് എൻ്റെ ചോദ്യം ക്ലിയർ ആയല്ലോ? ഈ ചോദ്യം പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ വിചാരിക്കുക, ഈ ഇതിലിറങ്ങിയിട്ട് ഈ ഡയറക്ഷനിൽ നീന്തുക, വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്താന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാം. നിങ്ങൾക്ക് തോന്നാൽ മതി ഓൻ്റെ ശരീരം ഓൻ ചലിപ്പിക്കുന്നത് 4 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ്, പക്ഷേ അതേ സമയത്ത് വെള്ളവും ഓൻ്റെ ശരീരം ചലിപ്പിക്കുന്നത് 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ. സോ ഈ ഡയറക്ഷനിൽ ടോട്ടലി 4 + 3 7 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ അവൻ്റെ ശരീരം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും. ഓക്കെ, നോ പ്രോബ്ലം. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കുന്നുണ്ടാവും ഓൻ ഇങ്ങോട്ടേക്ക് 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഓൻ്റെ ശരീരം ചലിപ്പിക്കുമ്പോൾ വെള്ളം തിരിച്ച് ഇങ്ങോട്ടേക്ക് 3 മീറ്റർ/സെക്കൻഡ് വേഗത ചലിപ്പിക്കുന്നുണ്ട്. സോ 4 - 3 1 മീറ്റർ/സെക്കൻഡ് വേഗതയിലായിരിക്കും അവൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അകലുക എന്നും നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല. അദ്ദേഹം ഈ പുഴയിൽ ഈ കരയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് കൈയും കാലും ടച്ച് നീന്തുക, 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നീന്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളെടുത്തുനിന്ന് നിങ്ങൾ നോക്കുമ്പം എത്ര മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് അവൻ നിങ്ങളിരുന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്? ഇതാണ് ചോദ്യം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഇതെങ്ങനെ സോൾവ് ചെയ്യും. ഇത് ഈ 4 + 3 4 - 3 ഒന്നും എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അതെങ്ങനെ ഇതിൻ്റെ ഉത്തരം വരും? അതെങ്ങനെ കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കും. ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കും. നിങ്ങൾ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ എനിക്ക് ഈ പുഴേനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ പുഴേൻ്റെ സ്പീഡ് 3 മീറ്റർ/സെക്കൻഡ് എന്നല്ലേ പറഞ്ഞ്, 3 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ ഈ ഡയറക്ഷനിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പുഴക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകുമല്ല, അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അത് 3 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ വെള്ളത്തുള്ളികളും അതേ സ്പീഡിലായിക്കോളുന്നില്ല. ഇവിടെ ചിലപ്പോൾ കുറച്ച് കല്ലോ വേറെ എന്തെങ്കിലും മരങ്ങളോ തട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ സ്പീഡ് വാരി ചെയ്യാം, ഇവിടെ വേറെ സ്പീഡാവാം, ഇവിടെ വേറെ സ്പീഡ്. അപ്പോൾ ഒരു ആവറേജ് 3 മീറ്റർ/സെക്കൻഡ് ഒക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. യൂണിഫോമിറ്റി നമ്മൾ പ്രതീക്ഷിച്ചിവിടെ. ലോകത്തുള്ള ഒരു പുഴയും അങ്ങനെ എല്ലാ വെള്ളത്തുള്ളികളും 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു പുഴ ലോകത്ത് ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത് അത്തരം ഒരു പുഴയാണ്.
എല്ലാ അർത്ഥത്തിലും യൂണിഫോമായ, എല്ലാ വെള്ളത്തുള്ളികളും ഒരേപോലെയുള്ള, എല്ലാ വെള്ളത്തുള്ളികളും ഒരേപോലെ 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ പോകുന്ന ഒരു സ്വർഗ്ഗലോക പുഴയാണ് ഇപ്പം നിങ്ങൾ തൽക്കാലം സങ്കല്പിക്കുന്നത്. ഓക്കെ, നൈസ്. അപ്പോൾ നമ്മളെ പുഴ അങ്ങനത്തെ ഒരു പുഴയാണ്. ഓക്കെ, ആ പുഴയിൽ നമ്മൾ പുഴയിൽ നിൽക്കണത്. ഓക്കെ, ഈ പുഴയ്ക്ക് കരയ്ക്ക് പെർപ്പൻഡിക്കുലറായിട്ട് ഞാനൊരു വടി ഇടുകയാണ്. ഒരു വടി ഞാൻ ഇങ്ങനെ കിട്ടും. ഈ വരക്കുമ്പോൾ നേരെ ആയിക്കോളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം ഒപ്പിച്ചത് ഞാനൊരു വടി ഇട്ടു. നല്ല നീളമുള്ളൊരു വടി ഇങ്ങനെ ഇട്ടു, കുറുകെട്ടു. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു പുഴയിൽ ഇങ്ങനത്തെ ഒരു വടി ഇട്ടാൽ ആ വടി അപ്പം തന്നെ തിരിഞ്ഞും ഒക്കെ പോകും അല്ലേ? അങ്ങനെ പെർപ്പൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒഴുകുമോ? ഇല്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ പുഴേൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ പോയിന്റിലും യൂണിഫോമാണ്, ഒരേ സ്വഭാവമാണ്. പുഴയുടെ എല്ലാ പോയിന്റും ഒരേ സ്പീഡ്, ഒരേ സ്വഭാവമാണ് എല്ലാ വെള്ളത്തുള്ളികൾക്കും. മാത്രമല്ല നമ്മളെ വടിയും അങ്ങനത്തെ ഒരു വടിയാക്കിക്കും. വടിയും യൂണിഫോം, എല്ലാ പോയിന്റിലും ഒരേ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വളരെ യൂണിഫോമായ ഒരു സ്വർഗ്ഗലോക വടിയും സ്വർഗ്ഗലോക പുഴയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൻപുറത്തൊരു പുഴ കൊണ്ടുവരും ഇങ്ങനെ ഒരു വടി ഇട്ട് കഴിഞ്ഞാൽ പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ആ വടി എന്തായാലും തിരിച്ചും പറഞ്ഞൊക്കെ പോകും. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നമ്മുടെ പുഴയിൽ എല്ലാത്തതിലും യൂണിഫോം ആയതുകൊണ്ട് ഈ വടി ഇങ്ങനെ തന്നെ പോകും. സങ്കല്പിച്ചോ? ഓക്കെ, നൈസ്. ഇനി അപ്പോൾ പുഴ 3 മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വടിയും 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ പോകും. നൈസ്. ഇനി ഈ വടിമേലേക്ക് ഞാനൊരു ഉറുമ്പിനെ കൊണ്ടുപോയിട്ടാണ്. വടി ആണ്ടൊന്നും പോകുന്നില്ല കേട്ടോ, അങ്ങനത്തെ ഒക്കെ വടിയാണ്. യെസ്, വെള്ളത്തിൽ ആണ്ടൊന്നും പോകുന്നില്ല. വടി ഇങ്ങനെ മേലെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പോവാം. ഓക്കെ, എല്ലാവിധ ഫ്രീഡവും നിങ്ങൾ ചിന്തിക്കുമ്പോൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, നൈസ്. ഈ വടിയുടെ മേലേക്ക് ഞാനൊരു ഉറുമ്പിനെ കൊണ്ടുപോയിട്ടാണ്. നമ്മളൊക്കെ സങ്കല്പിക്കല്ലേ, സാങ്കല്പിക ലോകമല്ലേ. ഓക്കെ, നമുക്ക് ഉറുമ്പ് ഒരു സൂപ്പർ ഉറുമ്പാണ്. ഉറുമ്പിൻ്റെ പ്രത്യേകത, നമ്മുടെ സ്വിമ്മർ നീന്തിയത് 4 മീറ്റർ/സെക്കൻഡ് വേഗതയിലല്ലേ, അതേ വേഗതയിൽ ഈ വടിൻ്റെ മുകളിൽ കൂടെ ഓടാൻ പറ്റുന്ന ഒരു ഉറുമ്പാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. യെസ്. അപ്പോൾ അത്തരം ഒരു ഉറുമ്പിന് ഞാൻ ഈ വടിൻ്റെ പുറത്തിട്ടു, വടിൻ്റെ മുകളിട്ടു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വടി ഇങ്ങനെ 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആ വടിൻ്റെ മുകളിൽ ഒരു ഉറുമ്പുണ്ട്. ആ ഉറുമ്പ് 4 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നു. ക്ലിയർ ആണല്ലോ? പോസ്റ്റ് സാഹചര്യങ്ങളൊക്കെ ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി വരുന്നുണ്ടാവും, നേരത്തെ നമ്മുടെ നീന്തൽക്കാരനായ സുഹൃത്ത് ഇവിടെ ഇറങ്ങി നീന്തിയപ്പോൾ എങ്ങനെയൊക്കെയാണോ അദ്ദേഹം മൂവ് ചെയ്തത്, ഏത് ഡയറക്ഷനിലാണോ എന്ത് സ്പീഡിലാണോ അദ്ദേഹം നമ്മളെടുത്തുനിന്ന് പോയത്, അതേപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഉറുമ്പും ഇപ്പോൾ മൂവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി വരുന്നുണ്ടാവും. എനിവേ അത് ഇപ്പം നമുക്ക് മാറ്റി വെക്കാം. നീന്തൽക്കാരൻ്റെ വിഷയത്തിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പം നമുക്ക് ഉറുമ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. ഉറുമ്പും നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനൊരു സ്പീഡ് ഉണ്ടാവില്ലേ, അതൊന്നും കമ്പ്യൂട്ട് ചെയ്തേക്കാം. അത് കമ്പ്യൂട്ട് ചെയ്യാൻ എങ്ങനെ ചെയ്താൽ മതി, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ കരയിൽ എന്ത് ചെയ്യാന്നറിയോ? ഒരു T സെക്കൻഡ്സ് നേരം കരയിൽ വെയിറ്റ് ചെയ്യാം. T സെക്കൻഡ്സ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം ഈ നദിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കും. വടി ഇവിടെ നിൽക്കുമോ? ഇല്ല. പുഴ 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ഒഴുകല്ലേ. അപ്പോൾ നമ്മുടെ വടിയും 3 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കൂലേ. അപ്പോൾ ഈ T സെക്കൻഡ്സ് തൊട്ട് വടി എത്ര ദൂരത്തെത്തിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും. ദൂരം കിട്ടാൻ ചെയ്താൽ മതി, സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ T സെക്കൻഡ്സ് കൊണ്ട് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. T സെക്കൻഡ്സ് കൊണ്ട് ഇവിടെയുള്ള വടി 3t മീറ്റർ ദൂരം മാറും. 3 സ്പീഡാണ്, T എടുത്ത ടൈം ടേക്കണാണ്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പം 3t മീറ്റർ വരും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വടി 3t മീറ്റർ ദൂരം മാറി അപ്പുറത്തെത്തുക. ഇങ്ങനെ ആംഗിളൊന്നും മാറില്ല, പെർപെൻഡിക്കുലറായിട്ട് തന്നെ പോവാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ 3t മീറ്റർ ദൂരത്തുണ്ടാവും നമ്മൾ വടി. T സെക്കൻഡ്സ് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിച്ചിരിക്കും. വടി അത്രയും ദൂരം മാറിയിട്ടുണ്ടാവും. ഇത് മാത്രമാണ് സംഭവിക്കുക. ആലോചിച്ച് നോക്കൂ. മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഉറുമ്പ് ഈ വടിൻ്റെ മുകളിലല്ലേ, ഉറുമ്പ് മൂവ് ചെയ്യുന്നില്ലേ. ഉറുമ്പ് നടക്കുന്നത് 4 മീറ്റർ/സെക്കൻഡിലല്ലേ. അപ്പോൾ ഈ വടീൻ്റെ പുറത്തുള്ള ഉറുമ്പും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവില്ലേ. അദ്ദേഹം എത്ര ദൂരം മേലോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. അതെന്ത് ചെയ്താൽ മതി? ഉറുമ്പിൻ്റെ സ്പീഡ് 4 മീറ്റർ/സെക്കൻഡാണ്. സോ ടൈം ടേക്കൺ T ആണ്. സോ 40 മീറ്റർ ദൂരത്ത് ഉറുമ്പും പോയിട്ടുണ്ടാവും. ഏകദേശം ഇവിടെ ഉണ്ടാവും, വടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഇപ്പോൾ T സെക്കൻഡ്സ് നിങ്ങളിവിടെ കരയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ സംഭവിക്കുക. വടി 3t മീറ്റർ ദൂരത്ത് അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. വടിപ്പുറത്തുള്ള ഉറുമ്പ് 40 മീറ്റർ ദൂരം മേലോട്ട് പോയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ഉള്ളത്, ഉറുമ്പ് ഇവിടെ ഉള്ളത്, നിങ്ങൾ ഉറുമ്പും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് വീണ്ടും കമ്പ്യൂട്ട് ചെയ്തൂടെ? ഈ ട്രയാങ്കിൾ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ? ഈ ദൂരം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അപ്പോൾ വളരെ എളുപ്പമാണ് അല്ലേ? പെർപെൻഡിക്കുലറായിട്ടുള്ളത്. സോ ദിസ് ഇസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇതിൻ്റെ സ്ക്വയർ 9t², ഇതിൻ്റെ സ്ക്വയർ 16t². അപ്പോൾ കൂട്ടുമ്പോൾ 25t². അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 5t ആണ് 5t മീറ്റർ. അതാണ് നിങ്ങളും ഉറുമ്പും തമ്മിലുള്ള ദൂരം. അപ്പോൾ T സെക്കൻഡ്സ് കൊണ്ട് ഉറുമ്പ് എത്ര ദൂരം പോയി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? 5t മീറ്റർ ദൂരം പോയി. അപ്പോൾ ഇനി സ്പീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമല്ലേ? സ്പീഡ് എന്ന് ചെയ്താൽ മതി, ദൂരം ബൈ ടൈമാണ്. T സെക്കൻഡ്സ് കൊണ്ട് 5t മീറ്റർ ദൂരം പോയി.
അപ്പോൾ അതിനടുത്ത ടൈം എത്ര ടി സെക്കൻഡ്സ് ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. സോ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഉറുമ്പിൻ്റെ സ്പീഡ്. ഉറുമ്പ് നമ്മളെടുത്തുനിന്ന് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈസ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി കിട്ടും. നിങ്ങൾ നോക്കുമ്പോൾ ഇതാ ഈ ഉറുമ്പും ഈ കരയും തമ്മിലുള്ള ആംഗിൾ എത്ര? ഇതാ ഈ ആംഗിൾ കമ്പ്യൂട്ട് ചെയ്തൂടെ? ഈ ആംഗിളോട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസിയാണ്. ടാൻ ഇൻവേഴ്സ് 40/3t എന്ന് വരില്ലേ? 40/3t വരുമ്പോൾ 4/3 കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. ടാൻ ഇൻവേഴ്സ് 4/3 എത്ര കാൽക്കുലേറ്ററിൽ നോക്കുക. അപ്പോൾ ഈ ആംഗിളും കിട്ടൂലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾ നമ്മുടെ ഉറുമ്പിൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും കിട്ടി. മാത്രമല്ല ഉറുമ്പും നമ്മുടെ കരയും തമ്മിലുണ്ടാക്കുന്ന ഉറുമ്പിൻ്റെ പൊസിഷനും കരയും തമ്മിൽ അല്ലേ, ഈ നമ്മൾ ഉറുമ്പിന് എപ്പോഴും കരയുമായിട്ട് ടാൻ ഇൻവേഴ്സ് 4/3 ഡിഗ്രി ആംഗിളിലാണ് കാണാൻ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? പോസ് ചെയ്തിട്ട് ശരിക്കും മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ വെക്ടർ സ്പേസിലേക്ക് എത്താൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മുടെ നീന്തൽക്കാരനായ സുഹൃത്തിൻ്റെ പ്രശ്നത്തിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഞാൻ അതിലേക്ക് വരണമെന്നുണ്ടാവില്ല. ഓൾറെഡി നിങ്ങളൊക്കെ മനസ്സിലായിട്ട് ഉത്തരമായി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആ നീന്തൽക്കാരനും നമ്മുടെ ഉറുമ്പും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? ഉറുമ്പിന് മൂവ് ചെയ്യാനൊരു വടിയുണ്ട്, നീന്തൽക്കാരൻ അങ്ങനെ ഒരു വടിയില്ല. പക്ഷേ അതിനൊരു സാങ്കല്പിക വടി ഞാൻ തരാം. എന്ത് ചെയ്താൽ മതി? ഇദ്ദേഹം നമ്മളെ സുഹൃത്ത് ഫസ്റ്റ് നീന്താൻ ചാടൂലേ, ആ ചാടുന്ന സമയത്ത് അദ്ദേഹത്തിന് മേലോട്ടൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, ആ ലൈൻ എടുക്കുക. ഇപ്പോൾ വെള്ളം മൂവ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ആ വെള്ളത്തിൻ്റെ ലൈനിലൂടെ അല്ലേ മേലോട്ട് മൂവ് ചെയ്യുക അല്ലേ? അദ്ദേഹം ഇവിടെ ചാടി ധരിക്കുക. ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ വെള്ളം മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, പുഴ ഒഴുകുന്നില്ലെങ്കിൽ ആ വെള്ളമൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ? അവിടെ തന്നെ ഉണ്ടാവും, ഇങ്ങോട്ട് പോവോ ഇല്ല. അപ്പോൾ നമ്മളെ സുഹൃത്ത് ഇതിലൂടെ നീന്തി ആ മുകളിലുള്ള വെള്ളത്തിലൂടെ ഒക്കെ നീന്തിയിട്ട് ഇങ്ങോട്ട് ചെയ്യുക. പക്ഷേ വെള്ളം മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ മേലുള്ള ആ വെള്ളം തൊട്ടു മേലുള്ള ആ വെള്ളത്തുള്ളികളും ആ ലൈനിലുള്ള വെള്ളത്തുള്ളികളും ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ആ വെള്ളത്തുള്ളികളാൽ ഉള്ള ഒരു വടി ഇങ്ങനെ സങ്കല്പിച്ചൂടെ? ആ വടിയിലൂടെ അല്ലേ നമ്മുടെ നീന്തൽക്കാരൻ നീന്തുന്നത്? അപ്പോൾ അയാൾക്കൊരു വടിയുണ്ട്, അദ്ദേഹത്തിന് ഒരു വടിയുണ്ട്. ആ വടി ഏതാ? ഒരു സാങ്കല്പിക വടിയാണ്. ആ വടി എന്തിനു കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഈ പുഴയിലെ വെള്ളം കൊണ്ട് തന്നെയാണ്. എനിക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പേ അത് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ രീതിയിൽ നമുക്ക് നീന്തൽക്കാരൻ്റെ സ്പീഡ് കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് വളരെ നാച്ചുറലായിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ചോദ്യം മാറ്റുക. നേരത്തെ ഞാൻ ചോദിച്ചത് നമ്മുടെ സുഹൃത്ത് വെള്ളത്തിൽ ചാടി കരക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ അയാൾ നീന്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അയാൾ സ്പീഡ് എത്ര എന്നുള്ള ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉത്തരമാണ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഞാനിനി ചോദ്യം മാറ്റി. അദ്ദേഹം ചാടുന്ന അങ്ങനെയല്ല, അദ്ദേഹം ചാടിയത് വേറെ ഏതോ ഡയറക്ഷൻ. അദ്ദേഹത്തിനോട് ചാടാൻ പറഞ്ഞത് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ചാടുമ്പോൾ ലേശം ചെരിഞ്ഞിട്ട് ഇങ്ങനെ ചാടാൻ പറഞ്ഞു, അതായത് ഇങ്ങനെ ചാടാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് എന്ത് ചെയ്യാൻ പറയുക? ആ ഡയറക്ഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ആ ഡയറക്ഷനിൽ അയാൾക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പോലെ ഇങ്ങനെ നീന്താൻ പറയുക. അപ്പോഴും പ്രശ്നമാണ്. അയാളിങ്ങനെ ഈ ഡയറക്ഷൻ തന്നെ കീപ്പ് ചെയ്യുമോ? ഇല്ല. അയാളിങ്ങനെ പോകാൻ നോക്കുമ്പം നമ്മൾ പുഴ അയാളെ ബോഡിനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവിടും. അപ്പോൾ വേറെ ഏതോ രീതിയിലാണ് അയാൾ പോവുക. പക്ഷേ അദ്ദേഹം അത് ശ്രദ്ധിക്കില്ല. അദ്ദേഹം എങ്ങനെയാണോ വീട് അതുപോലെ തന്നെ നീന്തും. അങ്ങനെ നീന്തുമ്പം അദ്ദേഹത്തിന് നമ്മൾ നോക്കുമ്പോൾ എന്ത് സ്പീഡിലാണ് പോവുക? ഈ ചോദ്യം ഞാൻ മാറ്റി, നേരത്തെ ചോദ്യത്തിന് മാറി ഇതാക്കി. അപ്പോൾ ഇങ്ങനെ ഉത്തരം പറയും വീണ്ടും ഇതുപോലെ കമ്പ്യൂട്ട് ചെയ്യുമോ? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഏതോ ഡയറക്ഷൻ തന്നെ അപ്പോഴും അതിന് ഉത്തരം ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമോ? ഈ ലെങ്തി കമ്പ്യൂട്ടേഷൻ ബുദ്ധിമുട്ടല്ലേ? ഇതിന് നമ്മുടെ മാത്സുകാരുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിന് ഇങ്ങനത്തെ കമ്പ്യൂട്ടേഷൻ ഒന്നും വേണ്ട. വളരെ സിമ്പിളായൊരു ഷോർട്ട് കട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഏത് ഡയറക്ഷനിൽ നീന്തൽക്കാരൻ ചാടിയാലും അദ്ദേഹം എന്ത് സ്പീഡിലാണ് പോകുന്നതെന്നും അദ്ദേഹം ഏത് ആംഗിളിലാണ് അദ്ദേഹം നമ്മളെടുത്ത് നിന്ന് മൂവ് ചെയ്യുക അല്ലേ, എവിടെ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 4/3 ആംഗിളിലാണ് അദ്ദേഹം നമ്മളെടുത്ത് നിന്ന് മൂവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഷോർട്ട് കട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊരു വെയിറ്റ് ആൻഡ് സീ മോഡിൽ ഇരിക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആ ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞു തീർക്കും, എന്നിട്ടേ അതിൻ്റെ പിന്നിലെ രഹസ്യത്തിലേക്കൊക്കെ പോകുള്ളൂ. അപ്പോൾ ആ ഷോർട്ട് കട്ട് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് നോക്കിയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അതൊക്കെ അവസാനമാകുമ്പോഴേക്കും ക്ലിയർ ആവും. എന്നിട്ടും ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണുക ഞാൻ എന്താ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ നീന്തൽക്കാരനായ സുഹൃത്തിനോട് ഈ ഡയറക്ഷനിൽ ചാടി നീന്താൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹം ചാടുമ്പോൾ ഉള്ള ഡയറക്ഷനും നമ്മുടെ കരയും ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്നൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പെണ്ണ് പേപ്പറൊക്കെ എടുത്തിട്ട് ചുമ്മാ തീറ്റ എന്നൊക്കെ മാർക്ക് ചെയ്തോ, അപ്പോൾ നിങ്ങളുടെ കൂടെ കൂടുതലൊരു ഫീലൊക്കെ വരും. ഓക്കെ, എനിവേ ഞാൻ അങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആംഗിളിൽ ചാടി 4 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നീന്തുമ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് എന്ത് സ്പീഡിലാണ് അകന്നു പോവുക, അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം ഏത് ഡയറക്ഷനിലാണ് അദ്ദേഹം പോവുക, ഈ വക സാധനങ്ങളൊക്കെയാണ് നമുക്ക്
അറിയേണ്ടത് അല്ലേ. സോ അതിന് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. ആദ്യം നമ്മുടെ പുഴയുടെ കാര്യം എടുക്കുക. പുഴ ഈ ഡയറക്ഷനിൽ 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലല്ലേ ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോർട്ട് കട്ടിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴ ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ 3 യൂണിറ്റ്, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം, 3 യൂണിറ്റ് നീളമുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്യുക. അതായത് എങ്ങനെ മാർക്ക് ചെയ്യട്ടെ, പുഴ ഒഴുകുന്ന ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ അതേ ഡയറക്ഷനിലുള്ള 3 യൂണിറ്റ് നീളമുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്യുക. ഞാൻ 3 യൂണിറ്റിനെ പറഞ്ഞുള്ളൂ. 3 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നിങ്ങൾ 3 മീറ്റർ നീളമുള്ള ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്തോളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ നീളത്തിന് എന്തെല്ലാം യൂണിറ്റ് ഉണ്ട്, മീറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്, ഫൂട്ട് ഉണ്ട്, അങ്ങനെ പല പല യൂണിറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും യൂണിറ്റ് എടുത്തോ. പക്ഷേ ആ യൂണിറ്റിൽ ഇപ്പോൾ നിങ്ങൾ സെൻറ്റിമീറ്റർ എടുത്ത് വെച്ചാൽ 3 മീറ്റർ പെർ സെക്കൻഡ് വേഗത ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ഇതേ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 ഇഞ്ച് നീളമുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ഇതേ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് എടുക്കുക, അതിൽ 3 യൂണിറ്റ് നീളമുള്ള ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബുക്കിൽ മാർക്ക് ചെയ്തത് ഇഞ്ച് ഉപയോഗിച്ചിട്ടാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 3 ഇഞ്ച് നീളമുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് നിങ്ങൾ ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടെ ഓർക്കണം. അപ്പം നിങ്ങൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 1 ഇഞ്ച് റെപ്രസെൻറ്റ് ചെയ്തത് 1 മീറ്റർ പെർ സെക്കൻഡിലല്ലേ. അത് നിങ്ങൾ ഓർത്തെക്കണം. ഞാൻ ഇവിടെ എഴുതാം. 1 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തത് ഇഞ്ചിലായതുകൊണ്ട് 1 ഇഞ്ച് മീൻസ് 1 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ 1 ഇഞ്ചോട് ഉദ്ദേശിച്ചിട്ട് 1 മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ് മാർക്ക് ചെയ്യാൻ ഞാൻ 3 ഇഞ്ച് നീളമുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ഇതേ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. പുഴയുടെ ഒഴുക്കിൻ്റെ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത്? ഈ പുഴ ഒഴുകുന്ന ഡയറക്ഷൻ ഇവിടുന്ന് കിട്ടില്ലേ. മാത്രമല്ല പുഴ ഒഴുകുന്ന സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡാണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ പുഴയുടെ ഒഴുക്കിൻ്റെ ഡയറക്ഷനും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പുഴയുടെ സ്പീഡും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡും ഡയറക്ഷനും നമുക്കറിയെങ്കിൽ നമുക്ക് ആ വസ്തുവിൻ്റെ വെലോസിറ്റി അറിയാമെന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യാൻ വിചാരിക്കുക. ഞാൻ നിങ്ങളെ വിളിച്ചു, ഹലോ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ കാറിൻ്റെ സ്പീഡ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്പീഡോമീറ്റർ നോക്കിയിട്ട് നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്നോട് പറയാമായിരിക്കാം 40 km/h നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നോട് പറയാമായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ ചോദിച്ചത് സ്പീഡാണ്, നിങ്ങൾ എന്നോട് സ്പീഡോമീറ്റർ നോക്കി പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചത് സ്പീഡല്ല. നിങ്ങളോട് ഫോണിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ കാറിൻ്റെ വെലോസിറ്റി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറയണം? സ്പീഡോമീറ്റർ നോക്കിയിട്ട് അതിൽ കാണുന്നത് 40 km/h ആണെങ്കിൽ നിങ്ങൾ അതെനിക്ക് പറഞ്ഞു തരണം. മാത്രമല്ല നിങ്ങളെ മൊബൈൽ ഓണാക്കിയിട്ട് ഡയറക്ഷൻ കാണിക്കുന്ന കോമ്പസ് ഇല്ലേ, ആ കോമ്പസ് നോക്കിയിട്ട് നിങ്ങളെ കാർ ഏത് ഡയറക്ഷനിലാണ് പോകണമെന്നും കൂടി എനിക്ക് പറഞ്ഞു തരണം. അത് നോർത്ത് ഡയറക്ഷനിലാണ് പോകണമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ നോർത്ത് ഡയറക്ഷനിൽ 40 km/h പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നോട് വെലോസിറ്റി പറഞ്ഞു. ഇപ്പോൾ വെലോസിറ്റി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. യെസ്. അപ്പം നിങ്ങളുടെ പുഴയുടെ സ്പീഡും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു, 3 മീറ്റർ പെർ സെക്കൻഡാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ പുഴ ഒഴുകുന്ന ഡയറക്ഷനും മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ പുഴയുടെ വെലോസിറ്റിയാണ് ഇവിടെ മാർക്ക് ചെയ്തത്. കാരണം സ്പീഡും ഡയറക്ഷനും രണ്ടും ഒരുമിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങളുടെ നമ്മുടെ പുഴയുടെ വെലോസിറ്റിയാണ്. ക്ലിയർ ആയല്ലോ. നൈസ്. പോസിറ്റീവ് ശരിക്കും ചിന്തിക്കട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുഴയുടെ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ ഈ ഒരൊറ്റ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? വേറെ ഏതെങ്കിലും ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റോട് ഈ പുഴയുടെ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പോസായിട്ട് നോക്കൂ. ഞാനിതാ ഇതിന് പാരലായിട്ട് കുറച്ച് ഇപ്പുറത്ത് ഇതേ ഡയറക്ഷനിൽ ഈ പറഞ്ഞ 3 യൂണിറ്റ്, അതായത് നമ്മൾ ഇഞ്ചല്ലേ, അപ്പോൾ 3 ഇഞ്ച് നീളമുള്ള ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്തു. ഇതുകൊണ്ടും ഇതിൻ്റെ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്തു. കാരണം ഇതെന്താ പറയുന്നത്, ഇതും പുഴ ഒഴുകുന്ന ഡയറക്ഷൻ കാണിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനല്ലേ നമ്മൾ പേപ്പറിലെ ഡയറക്ഷൻ പറയാം, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അങ്ങനല്ലേ പറയാം. പേപ്പറിലെ ഡയറക്ഷൻ അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ആകുമ്പോൾ ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എന്താ പറയുന്നത്, നമ്മുടെ പുഴ ഒഴുകുന്നത് ഈസ്റ്റ് ഡയറക്ഷനിൽ 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണെന്നല്ലേ പറയുന്നത്. ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എന്താ പറയുന്നത്, നമ്മുടെ പുഴ ഒഴുകുന്നത് ഈസ്റ്റ് ഡയറക്ഷനിൽ 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണെന്നല്ലേ.
അപ്പം ഇതിൻ്റെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ ഇതുകൊണ്ടും പറ്റൂലേ. ഇനി ഇതുപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് ഇതേ ഡയറക്ഷനിൽ ഇവിടെ വരയ്ക്കാവുന്ന അപ്പോൾ ഇതേ ഡയറക്ഷനിൽ 3 യൂണിറ്റ് നീളമുള്ള ഏത് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എടുത്താലും അത് ഉപയോഗിച്ചിട്ട് ഈ പുഴയുടെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതും എടുക്കാം. ഇതിലേതെടുത്താലും നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രശ്നം ഓർമ്മയില്ലല്ലോ, ഇയാൾ ഈ ആംഗിളിൽ നീന്തുകയാണെങ്കിൽ എങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലേത് ഇഷ്ടമുള്ള ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എടുത്താലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, പുഴയുടെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ വേസ് ഉണ്ട്, ഇതിലേതും ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഇതേപോലെ നമ്മുടെ നീന്തൽക്കാരൻ്റെ വെലോസിറ്റി ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കൂ. അദ്ദേഹം നീന്തുന്ന ഡയറക്ഷനും അദ്ദേഹത്തിൻ്റെ സ്പീഡും ഒക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കൂ. അതെന്ത് ചെയ്യണം, നമ്മുടെ നീന്തൽക്കാരൻ നീന്തുന്ന ഏത് ഡയറക്ഷനിലാണ്, നമ്മൾ ഹൊറിസോണ്ടൽ ലൈനായിട്ട് തീറ്റ ആംഗിളിലാണ് നീന്തുന്നത് അല്ലേ. തീറ്റ ആംഗിളിൽ എന്ത് ചെയ്യണം, ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്യണം. അതിൻ്റെ നീളം എന്തായിരിക്കണം, ഇദ്ദേഹം നീന്തുന്നത് 4 മീറ്റർ പെർ സെക്കൻഡിൽ, അതുകൊണ്ട് ആ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് നീളം 4 ഇഞ്ചായിരിക്കണം അല്ലേ. ഓൾറെഡി നമ്മൾ നീളം റെപ്രസെൻറ്റ് ചെയ്യാനെടുത്തത് ഇഞ്ചാട്ടോ യൂണിറ്റ്. അപ്പം ഇവിടെയും ഇഞ്ചിന് എടുക്കണം, ഇവിടെ മാറ്റരുത്. നിങ്ങൾ ഓൾറെഡി ഇഞ്ചിലാണ് വരച്ചതുകൊണ്ട് ഇവിടെയും ഇഞ്ചിന് മാർക്ക് ചെയ്യുക. സോ നിങ്ങൾ 4 ഇഞ്ച് നീളത്തിൽ ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്യുക. ഇതെന്ത് പറയും, അദ്ദേഹം ഹൊറിസോണ്ടൽ ലൈനായിട്ട് തീറ്റ ആംഗിളിൽ 4 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ആണ് അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കുന്നത് പറയും. സോ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും സ്പീഡും ഇത് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ഉണ്ട്. ഇത് ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് മാത്രമാണെന്നുണ്ടോ. അപ്പോൾ അതാ ഇവിടെയും നമ്മൾ ഹൊറിസോണ്ടൽ ലൈനായിട്ട് തീറ്റ ആംഗിളിലുള്ള ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എടുക്കുക, 4 ഇഞ്ച് നീളമുള്ള. ഇതും പറയുന്നത് എന്താ, നമ്മുടെ കക്ഷി നീന്തുന്നത് ഹൊറിസോണ്ടൽ ലൈൻ വരെ അത് കരയായിട്ട് തീറ്റ ആംഗിളിൽ 4 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് നീന്തുന്നത്. ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇതേപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മുടെ പ്രശ്നം വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യാനല്ലല്ലോ. നമ്മുടെ പ്രശ്നം എന്താണ്, ഇതിൻ്റെ ഈ നീന്തൽക്കാരൻ നീന്തുമ്പോൾ അദ്ദേഹം നീന്തുന്ന സ്പീഡ്, നമ്മളെടുത്ത് അകത്ത് പോകുന്ന സ്പീഡ് എന്താണ്, അദ്ദേഹത്തിൻ്റെ പിന്നെ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, ഇതൊക്കെ കിട്ടലല്ലേ. അപ്പോൾ നമുക്കതിലേക്ക് വരാം. ഇനി നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുഴയുടെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എടുക്കുക. ഇതോ വേറെ ഏതെങ്കിലോ ഇഷ്ടമുള്ള ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് എടുക്കുക, പുഴയുടെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാനിത് ചൂസ് ചെയ്തു. അപ്പോൾ ഇതിനൊരു ഇനീഷ്യൽ പോയിൻ്റ്, ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ. ഈ എൻഡ് പോയിൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നീന്തൽക്കാരൻ്റെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മുടെ നീന്തൽക്കാരൻ ഹൊറിസോണ്ടൽ ലൈനൊരു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നത്, ഇവിടുന്ന് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കും. അതിൻ്റെ നീളം എന്തായിരിക്കണം, നീന്തൽക്കാരൻ്റെ സ്പീഡ് 4 മീറ്റർ പെർ സെക്കൻഡ്, അതുകൊണ്ട് 4 ഇഞ്ചായിരിക്കണം. സോ ഞാൻ നമ്മുടെ പുഴയുടെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്ന് നീന്തൽക്കാരൻ്റെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എന്ത് ചെയ്താൽ മതി അറിയോ, ഈ ഇനീഷ്യൽ പോയിൻറ്റിൽ നിന്ന് ഈ എൻഡ് പോയിൻറ്റിലേക്ക് ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. അല്ലേ, ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ നീളം L ഇഞ്ചസ് ആണെന്ന് വയ്ക്കുക. L ഇഞ്ചസ് ആണെങ്കിൽ 1 ഇഞ്ച് നമ്മളെന്താ 1 മീറ്റർ പെർ സെക്കൻഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം, ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് നീളം L ഇഞ്ചസ് ആണെങ്കിൽ നമ്മുടെ നീന്തൽക്കാരനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സ്പീഡ് എന്തായിരിക്കും എന്നറിയോ, L മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് നീളം നോക്കിയാൽ മതി. അത് എത്ര യൂണിറ്റ് ആണോ അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ കക്ഷിയുടെ സ്പീഡ്. ഇനി അദ്ദേഹം ഏത് ഡയറക്ഷനിലാണ് നീന്തുകയെന്നറിയോ, ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും അദ്ദേഹം നീന്തുക. അതായത് ഈ ആംഗിൾ എത്ര നോക്കുക, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഈ ആംഗിൾ എത്ര ഉണ്ടാക്കുന്ന അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഈ ആംഗിൾ നിങ്ങൾക്ക് അറിയാം, അപ്പോൾ ഈ ആംഗിൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ കൊസൈൻ ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നീളം കിട്ടുമല്ലോ, ഈ ആംഗിളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ആ ഐഡിയകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ നീളമോ അല്ലെങ്കിൽ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അളന്നെടുക്കാവുന്നതാണ്. അപ്പോൾ എനിവേ ഇതിൻ്റെ നീളം എത്ര ഇഞ്ചാണോ എത്ര യൂണിറ്റ് ആണോ അത്രയും മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും നമ്മുടെ കക്ഷി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. മാത്രമല്ല ഇത് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ കക്ഷി നീന്തുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് ഷോർട്ട് കട്ട് സൊല്യൂഷൻ ആയില്ലേ.
ഇത് ഈസി അല്ലേ, ഇത് റെപ്രസെൻറ്റേറ്റീവ് സോൾവ് ചെയ്തെടുത്തൂടെ എടുക്കാം. ഓക്കെ, സോ അതിന് സൊല്യൂഷനായി. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ഈ ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റില്ലേ, അത് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ നീന്തൽക്കാരൻ്റെ നമ്മളെ അപേക്ഷിച്ചുള്ള വെലോസിറ്റിയാണ്. കാരണം ഇദ്ദേഹം നമ്മളെ അപേക്ഷിച്ചിട്ട് എന്ത് സ്പീഡിലാണ് അകന്നു പോകുന്നത്, L m/s തന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം നമ്മൾ നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോവുക, ഈ ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് പോകാമെന്ന് കിട്ടി. അപ്പം നമ്മളെ അപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ വെലോസിറ്റി അല്ലേ ഇത് റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, നൈസ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാവുന്നതാണ്, ഈ രണ്ട് വെലോസിറ്റിയുടെയും റിസൾട്ടൻ്റ് വെലോസിറ്റിയാണിതെന്ന് പറയാം, അല്ലെങ്കിൽ ഈ രണ്ട് വെലോസിറ്റിയുടെയും കമ്പൈൻഡ് വെലോസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഈ രണ്ട് വെലോസിറ്റിയുടെയും ടോട്ടൽ വെലോസിറ്റിയാണിതെന്നൊക്കെ പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കക്ഷി നീന്തുമ്പം അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ രണ്ട് വെലോസിറ്റി ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണത്? ഒന്ന്, ഈ പുഴ അദ്ദേഹത്തിൻ്റെ ശരീരം കൊടുക്കുന്നൊരു വെലോസിറ്റി ഉണ്ട്, അതാണ് ഈ വെലോസിറ്റി. പിന്നെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കൊടുക്കുന്നൊരു വെലോസിറ്റി ഉണ്ട്, അതാണ് ഈ വെലോസിറ്റി. ഇത് രണ്ടിൻ്റെയും കമ്പൈൻഡ് വേർഷനാണല്ലോ ഈ വെലോസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻഡ് വെലോസിറ്റിയാണിത്, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ ടോട്ടൽ വെലോസിറ്റിയാണെന്നൊക്കെ പറയും. മറ്റൊരു കാര്യം കൂടി, ഈ വെലോസിറ്റീനെ നമ്മൾ V1 അല്ലെങ്കിൽ എക്സ് എന്ന് വിളിക്കാൻ വിചാരിക്കുക. ഈ വെലോസിറ്റി നമ്മൾ എക്സ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ വെലോസിറ്റി നമ്മൾ വൈ എന്നും വിളിച്ച് കഴിഞ്ഞാൽ, ഈ റിസൾട്ടൻ്റ് വെലോസിറ്റി നമ്മൾ വിളിക്കുക x+y എന്നാണ്. അതിൻ്റെ സം എന്നാണ് വിളിക്കുക, x+y. ഓക്കെ, സിമ്പിൾസ് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഈ ഷോർട്ട് കട്ടിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം, അതെങ്ങനെ വന്നു നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതിൻ്റെ പിറകിലെ രഹസ്യം മനസ്സിലാക്കാൻ നമ്മൾ ആ പഴയ ഉറുമ്പും വടിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ നീന്തൽക്കാരൻ ഇവിടെ ചാടൂലേ, അപ്പോൾ ആ ചാടുന്ന ആംഗിളിൽ നീളമുള്ളൊരു വടിയിടുക, നീളമുള്ള വടിയിട്ടു. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ സങ്കല്പിച്ച പുഴേൻ്റെ പ്രത്യേകത എന്താണ്, അത് എല്ലാ അർത്ഥത്തിലും യൂണിഫോം അല്ലേ, എല്ലാ പോയിന്റിലും 3 m/s സ്പീഡാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള ഒരു പുഴയാണ്. അതുപോലെ തന്നെ നമ്മുടെ വടിയും അങ്ങനെ തന്നെയാണ്, എല്ലാ അർത്ഥത്തിലും യൂണിഫോമായൊരു വടിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ, പുഴ അങ്ങനെ ഒഴുകുമ്പം വടിയും ഇങ്ങനെ ഒഴുകും, പക്ഷേ വടി ഒരിക്കലും ഈ ആംഗിൾ തെറ്റിക്കില്ല, ഇതേ ആംഗിളിൽ തന്നെ ഇങ്ങനെ വടിയും ഒഴുകും, അതേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, നൈസ്. ഇനി ആ വടിയുടെ മുകളിലേക്ക് 4 m/s വേഗതയിൽ ഓടുന്ന ഒരു ഉറുമ്പിനെ, നമ്മളൊരു സൂപ്പർ ഉറുമ്പിനെ കൊണ്ടുപോയി നമ്മൾ ട്രെയിൻ ചെയ്തു. ഓക്കെ, ഇനി ഈ ഉറുമ്പിൻ്റെ സഞ്ചാരം ശ്രദ്ധിച്ചാൽ, ഈ ഉറുമ്പിൻ്റെ സ്പീഡും കാര്യമൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നീന്തൽക്കാരൻ്റെ സ്പീഡും ഡയറക്ഷനും കിട്ടും, നമുക്ക് മനസ്സിലാവും. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഇപ്പോൾ ഊഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ അങ്ങ് മനസ്സിലായിക്കോളും. നൈസ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഈ വടി ഇങ്ങനെ പോകുമ്പം, ഈ വടിൻ്റെ മുകളിൽ ഉറുമ്പ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം ആ ഉറുമ്പിൻ്റെ സ്പീഡ് ഈ L m/s ഞാൻ കാണിക്കും. ആ ഉറുമ്പിൻ്റെ സഞ്ചരിക്കുന്ന ഡയറക്ഷൻ ഈ ആംഗിളിലാണ് ഞാൻ കാണിക്കും. അപ്പോൾ അത് കാണിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, ഈ ഉറുമ്പിൻ്റെ തന്നെ സ്പീഡ് തന്നെയാണ് നമ്മുടെ നീന്തൽക്കാരനും ഉണ്ടാവുക, ഈ ഉറുമ്പിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ നീന്തൽക്കാരനും പോവുക എന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം, വെയിറ്റ് ആൻഡ് സീ. സോ ഇതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു T സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. സോ T സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ പോകാം നമ്മൾ നേരത്തെ പോലെ തന്നെ. T സെക്കൻഡ്സ് നമുക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇവിടെ ഞാൻ ഒരു T സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് ഈ T സെക്കൻഡ്സ് കൊണ്ട് ഈ നദിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. ഈ വടി ഇവിടെ തന്നെ ഉണ്ടാവുമോ? ഇല്ല, വടി 3 m/s വേഗതയിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം T സെക്കൻഡ്സിന് ശേഷം വടി എവിടെ ഉണ്ടാവും നോക്കാം നമുക്ക്. ഞാൻ ഇവിടെ മാറ്റി വരികയാണ്, ഇവിടെയുള്ള വടി T സെക്കൻഡ്സിന് ശേഷം, വടിയുടെ സ്പീഡ് 3 ആയതുകൊണ്ട് തന്നെ T സെക്കൻഡ്സ് കൊണ്ട് 3t മീറ്റർ ദൂരം പോകും. ക്ലിയർ അല്ലേ? സ്പീഡിൻ്റെ ടൈം 3t ദൂരത്തുണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്ന വടി 3t ദൂരത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ആംഗിളൊന്നും തെറ്റില്ല, അതേ ആംഗിൾ തന്നെ, ഇതേ ആംഗിളിൽ 3t ദൂരത്തിൽ നമ്മളെ വടി ഉണ്ടാവും. ഞാൻ വരച്ചൊന്ന് ചെരിഞ്ഞു പോയോ? ഞാൻ അങ്ങനെ വരച്ചാൽ ദൂരമൊന്നുമില്ല, എന്നാലും വെറുതെ. സോ ഇവിടെ ഉണ്ടായിരുന്ന വടി T സെക്കൻഡ്സ് കൊണ്ട് 3t മീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തും അല്ലേ. സോ ഇതേ ആംഗിളിൽ തന്നെ നിൽക്കുകയും ചെയ്യും വടി. വടീൻ്റെ ആംഗിളൊന്നും മാറില്ല. സോ 3t മീറ്ററിൽ ആ നീളമുള്ള വടി ഇവിടെ എത്തി T സെക്കൻഡ്സിന് ശേഷം. അത് മാത്രമാണോ ഇവിടെ സംഭവിക്കുക? അല്ല, നമ്മുടെ ഉറുമ്പ് ഈ വടീൻ്റെ മുകളിലില്ലേ, അപ്പോൾ ഉറുമ്പും ഈ T സെക്കൻഡ്സ് കൊണ്ട് വടിമ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവില്ലേ. എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? ഉറുമ്പിൻ്റെ സ്പീഡ് 4 m/s ആയതുകൊണ്ട് തന്നെ T സെക്കൻഡ്സ് കൊണ്ട് ഉറുമ്പ് 40 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? 40 മീറ്റർ സഞ്ചരിച്ച് ഇവിടെ ഉണ്ടാവും. നൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
ഈ നമ്മളിവിടെ ഉള്ളത് ഉറുമ്പ് ഇപ്പോൾ ഇവിടെ എത്തി. ഈ ടി സെക്കൻഡ്സ് കൊണ്ട് ഉറുമ്പ് എത്ര ദൂരം പോയി നോക്കാം. എന്ത് ചെയ്താൽ മതി, ഈ തമ്മിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഈ നീളം എത്ര നോക്കുക. ഈ നീളം ഞാൻ തൽക്കാലത്തേക്ക് എക്സ് എന്ന് വിളിക്കട്ടെ. ഈ നീളം പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചുകൂടാ, കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്നുമല്ല. അങ്ങനെ ഇപ്പോഴത്തെ ചിന്തയിൽ നമ്മൾ ജനറലിയാണ് ചിന്തിക്കുന്നത്, എനി ആംഗിളിൽ നമ്മൾ ചിന്തിക്കുന്നത്. സോ നമുക്ക് പൈതഗോറസ് തിയറം ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ എനിവേ ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം എന്താണ്, ഈ ഉറുമ്പിൻ്റെ സ്പീഡ് L മീറ്റർ/സെക്കൻഡ് ആണെന്ന് കാണിക്കലാട്ടോ. നമുക്ക് പോസ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലായി, ഈ ടി സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉറുമ്പ് നമ്മളിൽ നിന്നും എക്സ് മീറ്റർ ദൂരം പോകും. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യട്ടെ. ടി സെക്കൻഡ്സ് കൊണ്ട് നമ്മളെ ഉറുമ്പ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എക്സ് മീറ്ററാണ്. ടി സെക്കൻഡ് കൊണ്ട് എക്സ് മീറ്റർ പോകും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്ര വരും, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. എത്ര ദൂരമാണ് പോയത്, എക്സ് മീറ്ററാണ് പോയത്. അതിനെടുത്ത സമയം എത്രയാണ്, ടി സെക്കൻഡ്സ് ആണ്. സോ സ്പീഡ്, ഉറുമ്പിൻ്റെ സ്പീഡ് വരിക എക്സ് ബൈ ടി ആണ്. ഓക്കെ, നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഉറുമ്പിൻ്റെ സ്പീഡ് L മീറ്റർ/സെക്കൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പോസ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിളില്ലേ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാണ് നിങ്ങൾ പ്രൂവ് ചെയ്യണം. പോസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് നമ്മൾ സിമിലർ ട്രയാങ്കിളാണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു പല ടെക്നിക്സിൽപ്പെട്ട ഒരു ടെക്നിക്കില്ലേ, SAS ടെക്നിക്ക്, SAS റൂളില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ നിങ്ങൾ പോസ് ചെയ്ത് ചെയ്ത് നോക്ക്. നോക്കൂതാ, ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് 1/t ആണ്. അതുപോലെ തന്നെ ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് അതും 1/t ആണ്. മാത്രമല്ല അതിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് ആംഗിളും സെയിം ആണ്. കാരണം എന്താ, ഇതും തീറ്റാണ്. അപ്പോൾ ഈ ആംഗിളും സെയിം ആണ്. അപ്പോൾ പിന്നെ ബൈ SAS റൂൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാണ് കിട്ടും. ഓക്കെ, ഇനി സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം AC ബൈ ദിസ് സൈഡ് ഇസ് ഈക്വൽ ടു ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് എന്ന് പറയാം, അല്ലേ, ഇങ്ങനെ പറയാം. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L/X ഇസ് ഈക്വൽ ടു 1/t എന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് കിട്ടും X/t ഇസ് ഈക്വൽ ടു L എന്ന് കിട്ടും. അതായത് നമ്മുടെ ഉറുമ്പിൻ്റെ സ്പീഡ് L മീറ്റർ/സെക്കൻഡ് ആണ് നമ്മൾ പഠിച്ചു. മാത്രമല്ല നമ്മൾ ഉറുമ്പിനെ കാണുന്നത് ഈ ആംഗിളിലാണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, സിമിലർ ട്രയാങ്കിൾ, അതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉറുമ്പിനെ കാണുന്ന ആംഗിളും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഉറുമ്പിൻ്റെ വെലോസിറ്റി ആണ് ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് പറയുന്നത് കിട്ടിയില്ലേ. കാരണം എന്താ, ഉറുമ്പിൻ്റെ സ്പീഡ് L മീറ്റർ/സെക്കൻഡ് ആണ്. ഉറുമ്പ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. സോ ദിസ് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് റെപ്രസെൻറ്റ്സ് ദ വെലോസിറ്റി ഓഫ് ഉറുമ്പ് ആണ് അല്ലേ. യെസ്. ഇനി ഇതേ ആർഗ്യുമെൻറ്റ്സൊക്കെ നമ്മുടെ നീന്തൽക്കാരൻ സുഹൃത്തിനും വർക്കാവും. അദ്ദേഹത്തിന് വടിയില്ലെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം ചാടുമ്പം അദ്ദേഹത്തിൻ്റെ ഈ ആംഗിളിൽ ഈ ആംഗിളിലുള്ള ലൈൻ ഓഫ് വാട്ടർ എടുക്കുക. ആ ലൈൻ ഓഫ് വാട്ടർ അദ്ദേഹത്തിൻ്റെ ബോഡിയെ പുഴ ഇങ്ങനെ കൂടെ കൊണ്ടുപോകുമ്പം ആ ലൈൻ ഓഫ് വാട്ടറും അദ്ദേഹത്തോടൊപ്പം തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അദ്ദേഹം നീന്തുക ആ ലൈൻ ഓഫ് വാട്ടറിലാണ് അല്ലേ. അദ്ദേഹത്തെയും ആ ലൈൻ ഓഫ് വാട്ടറിനെയും പുഴ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. സോ അദ്ദേഹം എപ്പോഴും ആ ലൈൻ ഓഫ് വാട്ടറിലാണ് നീന്തിക്കൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ ഉറുമ്പ് ആ വടിയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും പോലെ. സോ നമുക്ക് എങ്ങനെ ആർഗ്യുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ടി സെക്കൻഡ്സ് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ലൈൻ ഓഫ് വാട്ടർ ആഫ്റ്റർ ടി സെക്കൻഡ്സ് 3t മീറ്റർ മാറി ഇവിടെ ഉണ്ടാവും. മാത്രമല്ല പിന്നെ അദ്ദേഹം ആ ലൈൻ ഓഫ് വാട്ടറിലൂടെ ഈ ടി സെക്കൻഡ്സ് കൊണ്ട് 40 മീറ്റർ മേലോട്ട് കയറിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതേ ആർഗ്യുമെൻറ്റ്സൊക്കെ അദ്ദേഹത്തിന് ഫിറ്റാണെന്ന് മനസ്സിലാവും. സോ ദിസ് ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് റെപ്രസെൻറ്റ് ദ വെലോസിറ്റി ഓഫ് അവർ സ്വിമ്മർ ഓൾസോ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച പ്രശ്നം നമ്മൾ അത്യാവശ്യം വൃത്തിക്ക് തന്നെ സോൾവ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ നീന്തൽക്കാരൻ സുഹൃത്ത് ഏത് ഡയറക്ഷനിൽ ചാടി നീന്തിയാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ഈസിയായി കണ്ടുപിടിക്കാം. ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ടാവാം. അതൊക്കെ കമൻറ്റ് ബോക്സ് വഴിയും വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടൂളാണ്. ഏതാണ് ആ ടൂള്? ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് അല്ലേ. നമ്മൾ ഈ പുഴയുടെ വെലോസിറ്റിയും നീന്തൽക്കാരൻ്റെ വെലോസിറ്റിയൊക്കെ ഓരോ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റായി റെപ്രസെൻ്റ് ചെയ്ത് എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കി അതിൻ്റെ മൂന്നാമത്തെ വശം ഉപയോഗിച്ചിട്ടാണ് നീന്തൽക്കാരൻ്റെ നമ്മളപേക്ഷിച്ചിട്ടുള്ള റിസൾട്ടൻറ്റ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഇവിടെ ഈ വെലോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് ഈ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റാണ് അല്ലേ. നമ്മൾ നേരത്തെയുള്ള ക്വാണ്ടിറ്റീസ് എന്താ ഈ ലെങ്ത്ത്, ഏരിയ, വോള്യൂം, ടൈം, ഇതിനൊന്നും നമ്മൾ ഇങ്ങനത്തെ ഡയറക്റ്റ് ലൈൻ സെഗ്മെൻ്റ് അല്ല ഉപയോഗിച്ചത്. അവിടെ നമ്മൾ വെറും നമ്പേഴ്സ് മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ ഈ വെലോസിറ്റീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തപ്പം ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റിൻ്റെ പ്രത്യേകത എന്താ?
നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഈ ലെങ്ത്ത്, ഏരിയ, ടൈം, ഈ വക ക്വാണ്ടിറ്റീസിന് വെലോസിറ്റിക്കുള്ള പ്രത്യേകത എന്താണ്? വെലോസിറ്റിക്ക് ഒരു ഡയറക്ഷൻ കൂടി ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ. വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ സ്പീഡും പറയണം, ആ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ, അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും പറയണം. സോ ഇങ്ങനെ ഡയറക്ഷനും കൂടി പറയുന്ന വേറെയും ക്വാണ്ടിറ്റീസ് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ. ഫോഴ്സ്, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതിനൊക്കെ ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. സോ ഇങ്ങനെ ഡയറക്ഷനും കൂടി പറയുന്ന ക്വാണ്ടിറ്റീസിൻ്റെ പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഞാനൊക്കെ വേഗമായിട്ട് അങ്ങ് പറയുള്ളൂ കേട്ടോ, ഒന്നിനും റിഗ്രസ്നെസ് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾക്ക് ഇവിടെ എത്തലാണ്, അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ അത്ര റിഗ്രസ് ആയിട്ട് പറയില്ല. സോ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷനും ഉണ്ടാവും ആ ക്വാണ്ടിറ്റിക്ക് അല്ലേ. ഇനി ഡയറക്ഷൻ ഇല്ലാത്ത ലെങ്ത്ത്, ഏരിയ, ടൈം, ഈ വക ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് വെലോസിറ്റിൻ്റെ റിസൾട്ടൻറ്റ് വെലോസിറ്റി കാണാൻ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച്, ഇതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അറ്റ് എ ടൈം രണ്ട് ഫോഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കാണാനും നമുക്ക് ഇതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ മെത്തേഡ് ഉപയോഗിക്കാം. രണ്ട് ആക്സലറേഷൻ്റെ റിസൾട്ടൻറ്റ് ആക്സലറേഷൻ കാണാനും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇൻ ജനറൽ രണ്ട് വെക്ടറിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ കാണാൻ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ വേ ഉപയോഗിക്കാം. സോ ഇതിനൊരു പേരുണ്ട്, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഞാൻ നേരത്തെ കൂടെ പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ ഓർക്കണം, ഈ വെക്ടറിനെ നമ്മൾ എക്സ് എന്നും ഈ വെക്ടർ നമ്മൾ വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ റിസൾട്ടൻറ്റ് വെക്ടർ നമ്മൾ എന്താ വിളിക്കുക? x+y എന്നാണ് വിളിക്കുക കേട്ടോ. അതിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. സോ ഇത് നമുക്കറിയാം. ഇപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്താണെന്നറിയാം, സ്കാലാർ ക്വാണ്ടിറ്റി എന്താണെന്നറിയാം, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്നറിയാം. കൂടെ +2 ഈ റിസൾട്ടൻറ്റ് വെക്ടർ കാണാൻ വേറൊരു ലോയും കൂടി പഠിച്ചിട്ടുണ്ട്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അത് രണ്ടും സെയിം റിസൾട്ടാണ് തരിക അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കൂടെ ആയിട്ട് നമ്മൾ രണ്ട് ടൂൾസ് പരിചയപ്പെട്ടു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയൽ നമ്പർ എന്ന് പറഞ്ഞ ടൂൾ പരിചയപ്പെട്ടു, ഈ വീഡിയോയിൽ ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റ് എന്ന ടൂൾ പരിചയപ്പെട്ടു. ഈ രണ്ട് ടൂൾസിലും ഞാൻ ഓരോ ഓമന പേരിടാൻ പോവുക, ഇരട്ട പേരിടാൻ പോവുക. ഈ റിയൽ നമ്പർ നമ്മൾ എന്തിനെ കൈകാര്യം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? സ്കാലാർ ക്വാണ്ടിറ്റീസിനെ കൈകാര്യം ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇരട്ട പേരാണ് സ്കാലാർ. ശ്രദ്ധിക്കണേ, ഈ സ്കാലാർ എന്നുള്ള വാക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി ജനറലൈസ്ഡ് ആവും. ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്കാലർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിൻ്റെ ഇരട്ടപ്പേരാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി ജനറലൈസ്ഡ് ആവട്ടോ, വെയിറ്റ് ആൻഡ് സീ. സോ 5 ഒരു സ്കാലറാണ്, √2 ഒരു സ്കാലറാണ്. അപ്പോൾ സ്കാലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത് റിയൽ നമ്പറാണ്. ഓക്കെ, വേറെ കാര്യം പറയട്ടെ. ഇനി നമ്മൾ ഈ ക്വാണ്ടിറ്റീസിനൊന്നും ഓർക്കണം, നമ്മൾ ഈ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നവരാ അല്ലേ. മാത്സിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുക അല്ലേ, ടൂൾസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്കാലർ എന്ന് പറയുമ്പോൾ ഈ ടൂൾ വന്നാൽ മതി, റിയൽ നമ്പർ വന്നാൽ മതി. ഇപ്പോൾ തൽക്കാലത്തേക്ക് കിട്ടും, ഇനി അങ്ങോട്ടുള്ള അടുത്ത വീഡിയോയിലൊക്കെ അങ്ങനെ വന്നാൽ മതി. ഇനി അതേപോലെ തന്നെ ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റ്, അത് ഞാൻ ഇരട്ട പേരിടാൻ പോകും. എന്തൊക്കെ നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക്. ഇത് എന്തിനെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റിനെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇടാൻ പോകുന്ന ഇരട്ട പേര് വെക്റ്റർ തന്നെയാണ്. സോ ഇനി മുതൽ വെക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ടൂളാണ്, ഈ ക്വാണ്ടിറ്റി വന്നോളുന്നില്ല. നമ്മൾ ഈ ടൂൾ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ വെക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വെക്റ്റർ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു, വെക്റ്റർ സ്പേസ് ചെയ്യാൻ ഡിഫൈൻ ചെയ്തില്ല, ക്ഷമിക്കണം. ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഇത് വീഡിയോ വളരെ ലെങ്തി ആയിപ്പോയി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ സ്കാലാർ എന്ന് പറയുമ്പം നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് റിയൽ നമ്പർ എന്ന് ഓർത്താൽ മതി അടുത്ത വീഡിയോയിൽ. അതുപോലെ തന്നെ വെക്റ്റർ എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റ് ആ ടൂൾ മാത്രം വന്നാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചാൽ നന്നാവും. ഇതാ നമ്മൾ വെലോസിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായി, ഒരേ ഡയറക്ഷനും ഒരേ ലെങ്ത്തുള്ള രണ്ട് വെക്ടർ, രണ്ട് ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റ് ഒരേ വെലോസിറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ. ഒരു വെലോസിറ്റി എടുത്താൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. അപ്പം ഒരേ ഡയറക്ഷനും ഒരേ ലെങ്ത്തുള്ള രണ്ട് ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റ് ഒരേ വെലോസിറ്റിനാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ഇതിങ്ങനെ തന്നെയാണ് ഫോഴ്സിൻ്റെ കേസിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി അടുത്ത വീഡിയോ മുതൽ അടുത്ത വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, രണ്ട് വെക്ടറിന് ഒരേ ഡയറക്ഷനും ഒരേ ലെങ്ത്തുമാണെങ്കിൽ ദേ ആർ സെയിം, നമ്മളങ്ങനെ പരിഗണിക്കുക. ഓക്കെ, ഈ വെക്ടറിൻ്റെ ലെങ്ത്തിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല, അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, സോ ഈ വക കാര്യങ്ങളാണ് നിങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് ഓർത്തേക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൂളിനെ, ഈ ഡയറക്ടർ ലൈൻ ഈ വെക്ടർ എന്ന് പറഞ്ഞ ടൂളിനെ
അതിൻ്റെ സ്വഭാവങ്ങൾ നമ്മളങ്ങ് മനസ്സിലാക്കുക. അതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ സ്പേസിലേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത വീഡിയോയിലെ പ്ലാൻ.